വയനാട് മാനന്തവാടിയിൽ വിദേശ വനിതയുടെ മൃതദേഹം അനധികൃതമായി സൂക്ഷിച്ചതായി പരാതി. സ്വകാര്യ ആംബുലൻസ് ഏജൻസിയാണ് മൃതദേഹം സൂക്ഷിച്ചത്. അവയവ കച്ചവടം നടന്നിട്ടുള്ളതായി സംശയമെന്ന് കാണിച്ച് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ശരത്ത് മാനന്തവാടി ASPക്ക് പരാതി നൽകി. വയനാട് മാനന്തവാടിയിൽ വിദേശ വനിതയുടെ മൃതദേഹം അനധികൃതമായി സൂക്ഷിച്ചതായി പരാതി. സ്വകാര്യ ആംബുലൻസ് ഏജൻസിയാണ് മൃതദേഹം സൂക്ഷിച്ചത്. അവയവ കച്ചവടം നടന്നിട്ടുള്ളതായി സംശയമെന്ന് കാണിച്ച് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ശരത്ത് മാനന്തവാടി ASPക്ക് പരാതി നൽകി. അർജുൻ PS ചേരുന്നു. അർജുൻ, വിവരങ്ങൾ. ഈ മാസം 19-ാം തീയതിയാണ് സ്വകാര്യ റിസോർട്ടിൽ വെച്ച് ഈ ഒരു വനിത മരിക്കുന്നത്. അതായത് വിദേശ വനിതയാണ്, കാമറൂൺ സ്വദേശിയാണ്. പിന്നീട് 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെ ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലാണ് ഇവരുടെ മൃതദേഹം സൂക്ഷിച്ചത്. സ്വകാര്യ ആംബുലൻസ് അസോസിയേഷന്റെ കീഴിലുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലാണ് ഇത്തരത്തിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഫ്രീസറിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നു. പക്ഷേ പോലീസ് അതേപ്പറ്റി കൂടുതലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ പോലീസ് ഇക്കാര്യം കൃത്യമായി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വസ്തുത. എന്തിനാ തന്നെയും ഈ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ്, അതായത് വയനാട് ജില്ലാ പ്രസിഡന്റാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി ASPക്ക് നൽകിയിട്ടുള്ളത്, മാനന്തവാടി ASPക്ക് നൽകിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കൈമാറാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ASPയുമായി ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തെ ലൈനിൽ കിട്ടിയില്ല. അല്പസമയത്തിനകം നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പരാതിയിൽ പറയുന്നത് ഇത്തരത്തിൽ ഇത്രയും ദിവസം മൃതദേഹം സൂക്ഷിച്ചത് എന്തിനാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ഇത് അവയവ കച്ചവടമാണോ എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. സ്വാഭാവികം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ കാമറൂൺ സ്വദേശിയാണ്, വിദേശ വനിതയാണ്. അങ്ങനെയെങ്കിൽ ഈ മൃതദേഹം സൂക്ഷിക്കുന്നതിന് മറ്റു വഴികളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ആശുപത്രി വഴി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊന്നും ഇവിടെ ചെയ്യാതെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ എന്തിന് ഇത് സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ് ചോദ്യം. ശരി, അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.